ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കല്ലടത്താണി വട്ടത്തിൽ വാട്ടർഫാൾസിന് സമീപത്താണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വട്ടത്തിൽ വാട്ടർഫാൾസിൻ്റെ സമീപത്താണ്. ഞാൻ ഒരു ഏകദേശം 3 വർഷം മുമ്പ് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ വന്നത് ആ സൈഡിലാണ്. ഈ സൈഡ് ഞാൻ വന്നിട്ടില്ല. ഈ സൈഡിൽ ഇന്നാണ് ആദ്യമായിട്ടാണ് ശ്രീലുമായിട്ട് വരുന്നത്. ഇത് റൂട്ട് വരുന്നത് പാരിപ്പള്ളിയിൽ നിന്ന് ചടയമംഗലം പോകുന്ന ആ റൂട്ടിലാണ്. വരുമ്പം തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമുക്കിതാ ഈ ബോർഡ് കാണാം, അപകട മേഖല. 23 പേര് ഈ വെള്ളത്തിൽ ഇറങ്ങി മരിച്ചിട്ടുണ്ട്. ആ ബോർഡ് അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാം അല്ലേ? ആഹാ, നീ അതിനിടയ്ക്ക് പോയി ചൂണ്ടാക്കി എടുത്തിട്ട് വന്നോ? നീ അത് ചൂണ്ടാക്കിയിട്ടുള്ള പരിപാടിയാണ്. അതെ, എന്തായാലും വന്നില്ല. അതെ, ഒരു വഴിക്ക് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പാലത്തിലൂടെ അപ്പുറത്തോട്ട് പോകാം അല്ലേ? ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്, അതിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. സൂക്ഷിച്ചു പോയാൽ എല്ലാം കൂടെ പോകാം, കുഴപ്പമൊന്നുമില്ല. കുറവാണ്, പക്ഷേ ഇവിടെ വരുമ്പോഴേ ബോർഡിൽ പ്രത്യേകം കാണിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യത്തിൽ സൂക്ഷിക്കണം. ഇതുവഴി ഞാൻ പോയിട്ടില്ല, ഇതുവഴി ഞാൻ ഇപ്പോഴാണ് വരുന്നത് ആദ്യമായിട്ട്. അതെ, ഇതെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ സൈഡിൽ വന്നിട്ടുണ്ട്. ബിറ്റുമായിട്ട് അന്നത്തെ വ്ളോഗ് ഇതിൽ കിടപ്പുണ്ട്. അപ്പുറം സൈഡിലല്ലേ? ഇതിലൂടെ അങ്ങ് അപ്പുറം പോവാം. ഈ പാറയിൽ കൂടെ കയറി അപ്പുറത്ത് പോവാം അല്ലേ? വെള്ളം വളരെ കുറവാണ് കേട്ടോ. ഇറങ്ങിയായിരുന്നേ. ഇത്തിക്കര ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഇവിടെ വന്നു. അതെ, ഇവിടുത്തെ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ്. തീറ്റയൊന്നും ഇല്ല ഇതിന്. അല്ല, നടക്കൂ, നോക്കാം. വൈകുന്നേരം ആവും തോറുവേ ആളുകൾ കൂടുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആള് വരുന്നുണ്ട്. ഇപ്പൊ പിടിച്ച മീനൊക്കെ ആയിട്ട് ഒരാൾ നടന്നു പോവുകയാണ്. മണിക്കൂർ ഒന്നായിട്ട് ഈ ചൂണ്ടയും കൊണ്ട് അവിടെ കറങ്ങി നടക്കുന്നത്. നാട്ടുകാർ പറയുന്ന പറഞ്ഞാൽ കുടല് കോഴിയുടെ കുടലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ, പിന്നെ വലയിടണം എങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഏതായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് 2 വട്ടം ഇട്ടിട്ട് പോകാന്ന് കരുതി എടുത്തു. അപ്പൊ പരിശ്രമം നടന്നില്ല. അപ്പൊ ഏതായാലും ഇനിയിപ്പം ഇവിടെ മൊത്തം ഒന്ന് ചുറ്റി കറങ്ങാം അല്ലേ? ഇതുവഴിയും വരാം അല്ലേ? ഇതുവഴിയും വരാം. ഞങ്ങൾ വന്നു അത് ഇതുവഴിയാ. ഓക്കെ ഓക്കെ. നമ്മള് കുന്നുണ്ട്, നടന്നു പോകുന്ന വഴിയുണ്ട്. കുന്നിലോട്ട് മുകളിലോട്ട് കയറിപ്പോ അല്ലേ? ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഇവിടെ നിട്ട് നോക്കാന്ന് വിചാരിച്ചപ്പം ഒരുമാതിരി കുഴി കാട്, അത് പാമ്പ് വല്ലതും കാണും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് വയ്യ. ഞങ്ങൾ അവിടുന്ന് വന്നയാ വെയിൽ അങ്ങ് ഇങ്ങനെ കറങ്ങി ഇതുവഴി കയറി ആ പാറക്കട കയറിയാണ് ഇവിടെ എത്തിയത്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഇവിടെ മുളങ്കാടുകളൊക്കെ ഉണ്ട്. ഇത് നല്ല നൈസ് മുളങ്കാടുകളൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു ഒരു ഈവനിങ്ങൊക്കെ ഫുള്ള് കാടാണ് അങ്ങോട്ടൊക്കെ. അതെ, അകത്തേക്ക് ഒരുപാട് ഏരിയ ഉണ്ട്. ഒരു ഈവനിങ് ഒക്കെ വന്ന് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അത് അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്ത് കാലത്തേക്കൊന്നും അവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫാമിലീസ് ഒക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയും. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ആള് ഇവിടെ ആള് ഒരുപാട് ഫാമിലീസ് ഒരുപാട് പേര് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെയൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്. മഴയും പൊടിക്കുന്നുണ്ട്. ഇപ്പം ക്ലൈമറ്റ് നല്ലൊരു ആംബിയൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കറക്റ്റ് ഭയങ്കര മഴ വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഫുള്ള് വെള്ളമാണ്. വെള്ളമില്ല. അതായത് ഈ മുകളിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുന്നേ വന്നപ്പോഴും കണ്ടിട്ടുണ്ട്
ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗമെല്ലാം ഈ വെള്ളത്തിൽ മൂടി കിടക്കുക, നമുക്കിവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര കുത്തൊഴുക്കിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ വെള്ളം അഴുവി കിടപ്പുണ്ട്, കാരണം കെട്ടി കിടപ്പുണ്ട് ഇവിടെ. പാരിപ്പള്ളി ചടയമംഗലം റൂട്ടിൽ നിന്ന് അകത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടേക്ക് എത്താൻ. ഈ സൈഡിൽ തന്നെ ഒരുപാട് മലനിരകളുണ്ട്, അവിടെ തന്നെ ഒരുപാട് ചെടികൾ, ഈ മലയിൽ തന്നെ ഒരുപാട് ചെടികൾ പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ.